പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കവീസ് എന്നു പേരായ ഒരുവനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരാണെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ വചനഭാഗത്തിലൂടെ നമ്മൾക്ക് സക്കേവൂസിന്റെ ആ ആഗ്രഹം തിരിച്ചറിയാം. യേശുവിനെ കാണുവാനായിട്ട് യേശു തൻ്റെ ഭവനത്തിലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സക്കേവൂസിന് മാത്രം സന്തോഷം തോന്നുന്നു. യേശു നീ പാപിയാണെന്നൊന്നും പറയുന്നില്ല. എന്നാൽ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് സക്കേവൂസ് തന്നെ മാനസാന്തരമുണ്ടാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ആരുടേതെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു നൽകാമെന്ന്. നമ്മുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ സേവിക്കാനായിട്ടുള്ള നല്ല മനസ്സുണ്ടാകുമ്പോൾ ദൈവത്തിന് ഇഷ്ടമായിരിക്കും. മാത്രമല്ല, നമ്മൾ പാപിയാണെന്നുള്ള ബോധമുണ്ടാകുമ്പോഴും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിനോട് എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവിടുന്ന് സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ മാനസാന്തരം തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭവനങ്ങൾക്കും രക്ഷ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും ദൈവത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾ പലതരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെ രക്ഷയുടെ കവാടം തുറക്കുവാനായിട്ട് സാധിക്കും. കാരണം മറ്റുള്ളവരുടെ മുതലുകളൊന്നും നമ്മളിൽ തങ്ങി നിൽക്കുകയില്ല. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും നമുക്ക് വിശദീകരിക്കാം. അങ്ങനെ മാതൃക നിറഞ്ഞ ഒരു ജീവിതം നയിക്കുകയും ചെയ്യാം. ദൈവത്തിനോട് കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട്, ദൈവത്തോട് സംസാരിക്കുവാനായിട്ടൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെയാകുമ്പോൾ ദൈവം സന്തോഷിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.